നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു സംസ്ഥാനമായ മണിപ്പൂര് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. മണിപ്പൂരിൽ ഇപ്പോൾ നടക്കുന്നത് റോക്കറ്റ് ആക്രമണമാണ്. നിഷ്കളങ്കരായ കുട്ടികൾ വരെയാണ് അവിടെ കൊല്ലപ്പെടുന്നത്. മണിപ്പൂരിൽ വർഷങ്ങളായി തുടരുന്ന വംശീയ സംഘർഷം കേവലം രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ പരാജയത്തിന്റെയും തന്ത്രപരമായ നിശബ്ദതയുടെയും കൂടി സാക്ഷ്യപത്രം തന്നെയാണ്. മണിപ്പൂരിൽ ഇത്രയധികം സംഘർഷങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നവർ മണിപ്പൂരിന്റെ ഭൂപ്രകൃതിയെ കുറിച്ച് കൂടി അറിഞ്ഞിരിക്കണം. മണിപ്പൂരിന്റെ ഭൂപടം എടുത്തു നോക്കിയാൽ മധ്യഭാഗം താഴ്വരയും അതുപോലെ തന്നെ ചുറ്റും മലനിരകളുമാണ്. അതിൽ ഇംഫാൽ എന്ന് വിളിക്കപ്പെടുന്നതാണ് താഴ്വരയായിട്ട് വരുന്ന ഭാഗം, അതായത് 10% ഭൂമി. ഇവിടെയാണ് മെയ്തേയ് വിഭാഗം ഭൂരിഭാഗവും താമസിക്കുന്നത്. സംസ്ഥാനത്ത് 60 നിയമസഭാ സീറ്റുകളിൽ 40 എണ്ണവും ഈ ചെറിയ പ്രദേശത്താണുള്ളത്. രാഷ്ട്രീയ അധികാരവും വികസനവും ഒക്കെ ഈ ഏരിയയെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. ഇനിയുള്ളത് മലനിരകളാണ്. മണിപ്പൂരിന്റെ 90% ഭൂമിയും ഈ മലനിരകളാണ്. ഇവിടെയാണ് കുക്കി, നാഗ വിഭാഗങ്ങൾ താമസിക്കുന്നത്. ഇവർക്കായി 20 നിയമസഭാ സീറ്റുകൾ മാത്രമാണുള്ളത്. മലവർഗ്ഗക്കാരുടെ, അതായത് ഷെഡ്യൂൾ ട്രൈബ് ആയ ആൾക്കാരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യൻ ഭരണഘടനയുടെ 371C എന്ന പ്രത്യേക വകുപ്പ് മണിപ്പൂരിന് ബാധകമാണ്. ഇതനുസരിച്ചാണ് താഴെയുള്ള മെയ്തേയ് വിഭാഗത്തിന് മലനിരകളിൽ ഭൂമി വാങ്ങാൻ നിയന്ത്രണമുള്ളത്. എന്നാൽ മലയിൽ താമസിക്കുന്ന കുക്കികൾക്ക് താഴ്വരയിൽ ഭൂമി വാങ്ങാൻ നിയമപരമായി ഒരു തടസ്സങ്ങളുമില്ല. ഇതാണ് മെയ്തേയ് വിഭാഗം ഉന്നയിക്കുന്ന പ്രധാന പരാതി. ഏറെക്കാലമായി മെയ്തേയ് വിഭാഗം ST പദവി ആവശ്യപ്പെടുന്നുണ്ട്. 2023 ഹൈക്കോടതി അത് പരിഗണിക്കാൻ ഉത്തരവിട്ടതോടെയാണ് വംശീയ ലഹള പുറപ്പെടുന്നത്. മെയ്തേയ് വിഭാഗം ST പദവി നേടിയാൽ തങ്ങളുടെ മലനിരകൾ അവർ കൈക്കലാക്കുമെന്നും തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നും കുക്കി വിഭാഗം ഭയപ്പെടുന്നു. ഈ സംഘർഷത്തിന്റെ ഏറ്റവും ഭീകരമായ മുഖമാണ് നമ്മളിപ്പോൾ ബിഷ്ണുപൂർ ജില്ലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി തുടരുന്ന ഈ സംഘർഷം മണിപ്പൂരിനെ രണ്ടായി വിഭജിച്ച അവസ്ഥയിലാണുള്ളത്. നേരത്തെ ഇവരെ മിങ്കിൾ ചെയ്തിട്ടായിരുന്നു താമസിച്ചിരുന്നത്. എന്നാൽ സംഘർഷം ഉണ്ടായതിനു ശേഷം താഴ്വരയിൽ താമസിച്ചിരുന്ന കുക്കികൾ മലനിരകളിലേക്കും മലനിരകളിൽ താമസിച്ചിരുന്ന മെയ്തേയ് വിഭാഗം താഴ്വരകളിലേക്കും പലായനം ചെയ്തു. അതായത് രണ്ട് വിഭാഗങ്ങളും ഇപ്പോൾ ഒന്നിച്ച് താമസിക്കാത്ത തരത്തിൽ ഒരു ബഫർ സോൺ അവിടെ രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൂടാതെ സിവിൽ സൊസൈറ്റികൾക്കിടയിൽ തന്നെ സായുധ ഗ്രൂപ്പുകൾ സജീവമായത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നുണ്ട്. മ്യാൻമാറിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് മണിപ്പൂരിലേക്ക് കുടിയേറുന്ന അഭയാർത്ഥികൾ തങ്ങളുടെ ജനസംഖ്യാ ക്രമത്തെ ബാധിക്കുന്നുവെന്നും വനഭൂമി കയ്യേറുകയാണെന്നുമാണ് മെയ്തേയ് വിഭാഗത്തിന്റെ മറ്റൊരു വാദം. മണിപ്പൂരിലെ വിഷയം കേവലം ഒരു ഭൂമി തർക്കമോ സംവരണ പ്രശ്നമോ മാത്രമല്ല, അത് വർഷങ്ങളായുള്ള അവിശ്വാസത്തിന്റെ ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെയും ഫലമാണ്. ഒന്നും അറിയാതെ അമ്മയ്ക്കൊപ്പം ഉറങ്ങിക്കിടക്കുമ്പോഴാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ അവിടെ കൊല്ലപ്പെടുന്നത്. അടുത്തുള്ള മലനിരകളിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിക്കപ്പെടുന്നത്. ഇത് താഴ്വരയിലുടനീളം വൻ പ്രതിഷേധങ്ങൾക്കും പുതിയ സംഘർഷങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഒരു വശത്ത് വലിയ സംഘർഷങ്ങളും മറുവശത്ത് ജുഡീഷ്യൽ പ്രശ്നങ്ങളും ഒക്കെയാണ് നമ്മുടെ മണിപ്പൂർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിലെ കേസുകളുടെ പുരോഗതി റിപ്പോർട്ട് ഫെബ്രുവരിയിൽ സുപ്രീം കോടതിയിൽ സമർപ്പിക്കേണ്ടതായിരുന്നു. അങ്ങനെ CBI അവരുടെ പുരോഗതി റിപ്പോർട്ട് ഒരു സീൽ ചെയ്ത കവറിൽ സുപ്രീം കോടതിക്ക് സമർപ്പിക്കുകയും കോടതി അത് സ്വീകരിക്കുകയും ചെയ്തു. സീൽ ചെയ്ത കവർ എന്നാൽ അതിനുള്ളിൽ എന്താണെന്ന് പൊതുജനങ്ങൾക്ക് അറിയില്ല എന്നാണ് അർത്ഥം. എന്നാൽ ഇതിൽ മറ്റൊരു വശം കൂടിയുണ്ട്. ഇരകൾക്ക് പോലും അതിൽ എന്താണെന്ന് അറിയില്ല. ഫയൽ ചെയ്ത കുറ്റപത്രത്തെ കുറിച്ച് ഇരകളെ പോലും അറിയിച്ചിട്ടില്ലെന്ന് കോടതി പിന്നീട് വീണ്ടും ചൂണ്ടിക്കാട്ടി. ഈ സംഭവങ്ങൾ അനുഭവിച്ചവർക്ക് പോലും കേസിന്റെ അവസ്ഥയെക്കുറിച്ച് അറിയില്ല എങ്കിൽ അവർക്ക് എന്ത് നീതിയാണ് ലഭിക്കുന്നത്? ഇരകൾക്ക് നിയമസഹായം ലഭിക്കണമെന്നും കോടതിയിൽ ചർച്ച ചെയ്യുന്നതും അവതരിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ ഒരു പ്രാദേശിക ഭാഷാ പരിഭാഷകൻ ഉണ്ടായിരിക്കണമെന്നും ഫെബ്രുവരിയിൽ കോടതി പ്രസ്താവിച്ചു. എന്നാൽ ഏറ്റവും പുതിയ വാദത്തില് ഇതിപ്പോഴും കോർഡിനേഷൻ സ്റ്റേജിലാണെന്ന് മാത്രമാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഒരു വശത്ത് ഇരകൾക്ക് ഇതാണ് സംഭവിക്കുന്നത്, മറുവശത്ത് സംഘർഷം 2023 മുതൽ 2026 വരെ നീണ്ടുപോയിരിക്കുന്നു. ഫെബ്രുവരി 13 സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ പറഞ്ഞത് മണിപ്പൂരിൽ ഇപ്പോൾ നല്ല സമാധാനമാണെന്നാണ്. ഇന്റർനെറ്റ് കട്ടാക്കിയാൽ ലോകം അവരുടെ സമാധാനക്കേട് അറിയില്ല എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും ചിലപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ടാവുക. മണിപ്പൂരിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അശാന്തിയുടെ ഭീകരമായ വില നൽകേണ്ടി വരുന്നത് നിഷ്കളങ്കരായ കുടുംബങ്ങളാണ്. സംഘർഷങ്ങളെ കുറിച്ച് ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളാണ് അവിടെ പിടഞ്ഞു വീഴുന്നത്. മാസങ്ങളായി ഗ്രാമങ്ങൾ കത്തിയെരിയുമ്പോഴും കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുമ്പോഴും സ്ത്രീകളെ പൊതുനിരത്തിൽ കൂടി വസ്ത്രമില്ലാതെ നടത്തിക്കൊണ്ടുപോയി റേപ്പ് ചെയ്യുമ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ളത് എത്ര കഷ്ടമാണ്. 2026 കണക്കുകൾ പ്രകാരം മുഖ്യമന്ത്രി പദവിയിൽ മാറ്റങ്ങൾ വന്നിട്ടും സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. ആക്രമകാരികളെ ഡെഡ് ഓർ അലൈവ് പിടികൂടുമെന്ന പ്രഖ്യാപനങ്ങൾക്കപ്പുറം ക്രിയാത്മകമായ നടപടികൾ ഉണ്ടാകുന്നേയില്ല. മണിപ്പൂർ എന്ന സംസ്ഥാനം ഇപ്പോൾ ആഭ്യന്തരമായി വിഭജിക്കപ്പെട്ട അവസ്ഥയിലാണുള്ളത്. ഇത് പരിഹരിക്കാൻ രാഷ്ട്രീയമായ ഇച്ഛാശക്തി പ്രകടിപ്പിക്കേണ്ട സർക്കാർ പലപ്പോഴും നിസ്സംഗത പാലിക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 60,000-ത്തിലധികം ആളുകൾ സ്വന്തം വീടുകളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ. രാജ്യത്ത് മുഖ്യധാര മാധ്യമങ്ങൾ മണിപ്പൂരിലെ ദുരന്തങ്ങളെ പലപ്പോഴും അവഗണിക്കുകയും രാഷ്ട്രീയ ലാഭങ്ങൾക്കായി വാർത്തകൾ വളച്ചൊടിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മണിപ്പൂർ എന്നത് ഇന്ത്യയുടെ തന്നെ ഭാഗമാണ്. മണിപ്പൂരിലെ ഓരോ കുഞ്ഞിന്റെയും ജീവന് മറ്റേതൊരു പൗരന്റെയും ജീവന്റെ അത്ര തന്നെ വിലയുണ്ട്. ഒരു സ്ഥലത്ത് സമാധാനം ഉണ്ടാകുന്നത് അവിടുത്തെ ഭരണകൂടത്തിന്റെ നിലപാടുകളെ അനുസരിച്ചാണ്. നമ്മുടെ ഭരണകൂടത്തിന് നിശബ്ദതയും ഉത്തരവാദിത്തമില്ലായ്മയും ഈ സംഘർഷം ഇത്രത്തോളം വളരാൻ കാരണമാക്കി എന്ന് തന്നെ പറയാം. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനേക്കാൾ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്കാണ് നമ്മുടെ ഭരണകൂടം മുൻഗണന നൽകുന്നത്. ആഭ്യന്തരമായി വിഭജിക്കപ്പെട്ട ഒരു ജനതയെ ഒരുമിപ്പിക്കാൻ ആവശ്യമായ ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നില്ല എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണ്. സംഘർഷത്തിന്റെ കാരണങ്ങൾ എന്തുതന്നെയായാലും ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ് ഈ അശാന്തിയുടെ ഭീകരമായ വില നൽകേണ്ടി വരുന്നത്. മണിപ്പൂരിൽ സമാധാനം വീണ്ടും കൊണ്ടുവരണം. അതിന് നിശബ്ദതയല്ല ആവശ്യം,